ഹലോ, വെൽക്കം ടു നിതീസ് വേൾഡ്. ഇന്ന് മിക്കവാറും എല്ലാവരും ഹാപ്പിയാണോ അല്ലെങ്കിൽ കുറച്ച് വിഷമമാണോ എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം നമ്മളൊരു പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫുൾ ത്രില്ലിലായിരിക്കും. അതോടൊപ്പം വെക്കേഷനും എൻഡ് ചെയ്യാൻ പോവാണ്. പക്ഷേ പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും വെക്കേഷൻ ബോറടിച്ച് തുടങ്ങി. കാരണം ആദ്യത്തെ ഫ്യൂ ഡേയ്സ് നമ്മൾ ഫോണ്, ടി വി, ഫിലിം അതൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആവും. പിന്നെ കുറച്ച് ദിവസം ഇതുപോലെ സൈക്ലിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആവും. പിന്നെ ഫ്രണ്ട്സിനെയും സ്കൂൾ ലൈഫൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങും. അപ്പം എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും സ്കൂളൊന്ന് ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പുതിയ ബാഗ്, പുതിയ കുട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ ഈ പുതിയ ബാഗ്, പുതിയ കുട കോൺസെപ്റ്റിനോടൊന്നും തീരെ യോജിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ചീത്തയായതിന് ശേഷം മാത്രം പുതിയത് വാങ്ങിയാൽ മതി എന്നുള്ളൊരു അഭിപ്രായമാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങിക്കൊടുക്കാറുള്ളത്. ഞാൻ എല്ലാ വർഷവും പുതിയ ബാഗ്, പുതിയ കുട അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാറില്ല. കാരണം അങ്ങനെ റിയലൈസേഷൻ കുട്ടികൾക്ക് വേണമല്ലോ. എല്ലാ കാലത്തും നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതിരുന്നാൽ കുട്ടികളത് ഡിസപ്പോയിൻറ്റഡ് ആവരുത്. ബെറ്ററാണ് ലൈഫ് ഓരോരോ വർഷം കൂടുന്തോറും ആയി വരേണ്ടത്, മസ്റ്റാണ്. പക്ഷേ ഫീലിങ്സ് അറിയണം, കുട്ടികൾ സൂക്ഷിക്കാൻ പഠിക്കണം, വാല്യൂ അതൊക്കെ പഠിക്കണമല്ലോ. അതുകൊണ്ട് വാങ്ങിക്കൊടുക്കാറില്ല. പിന്നെ അതുകൊണ്ട് തന്നെ എന്ത് സാധനം എടുക്കുമ്പോഴും അവർ പ്രൈസ് നോക്കി വാങ്ങുന്ന സിസ്റ്റം, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പഠിച്ചോളും. സാധനങ്ങൾക്കും അതുപോലെ ആളുകൾക്കും മനുഷ്യന്മാർക്കും ജീവിതത്തിൽ വിലയുണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കുറേ ചെടികളെയാണ് കേട്ടോ കാണിക്കുന്നത്. പണ്ട് ഇവിടെയൊക്കെ അഡീനിയം പ്ലാന്റ്സ് ആയിരുന്നു. ഇപ്പം ഞാൻ അവരൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അവർ മഴക്കാലത്ത് സർവൈവ് ചെയ്യില്ല. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ അവർ ചീഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് കേട്ടോ മനുഷ്യന്മാരും. നമ്മൾ കുറേയൊക്കെ കുട്ടികളോട് പറയും അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് ശരിയാണ്. അവരുടെ എല്ലാ സാഹചര്യവും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റില്ല. അവർ തന്നെയാണ് അവരുടെ ലൈഫ് ജീവിക്കേണ്ടത്. പക്ഷേ അത് വാടിപ്പോകുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് സെറ്റാക്കി കൊടുക്കാം. അല്ലാണ്ട് ചീഞ്ഞു പോകുന്ന അവസ്ഥയാകുമ്പം പറിച്ച് നടാണ്ട് വേറെ നിവർത്തിയില്ല. അതുപോലെയാണ് ചില നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി വോയിസ് എടുക്കേണ്ടി വരും. അതൊരു പക്ഷേ സമൂഹം അത് നമ്മളൊരു സെൽഫിഷായ പാരൻ്റാണെന്ന് പറയാം. നമ്മൾ കുട്ടീൻ്റെ കാര്യത്തിൽ ഓവർ കൺസേൺഡ് ആണെന്ന് പറയാം. ചിലപ്പോൾ മേ ബി നമ്മളാണ് കുട്ടീനെ മിസ്ലീഡ് ചെയ്യുന്നതെന്ന് വരെ പറഞ്ഞേക്കാം. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്കറിയാലോ മോസ്റ്റ് നമ്മൾ എന്താണെന്നുള്ളത്. പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മൾ വാല്യൂസിലായിരിക്കണം കുട്ടികൾ ബേസ് ഉണ്ടാവേണ്ട. അല്ലാണ്ട് കിട്ടുന്ന മാർക്കിലോ അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്നതോ. അവർ തോറ്റാലും ജയിച്ചാലും നമ്മുടെ കുട്ടി തന്നെയാണല്ലോ. ഇതാണ് നമ്മുടെ ബോൺസായി. ഇവൻ സർവൈവ് ചെയ്ത് വന്ന ഒരു സർവൈവറാണ് കേട്ടോ. നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തപ്പം എങ്ങനെയായിരുന്നു എന്ന്. നമ്മൾ അവന് വേണ്ടുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തപ്പം അടിപൊളിയായിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പം ചട്ടിയിലും നമുക്ക് തെങ്ങ് നടാം എന്നുള്ളതാണ് നമ്മളിതൊന്ന് മനസ്സിലാക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ